ഇനി വീട്ടിലിരുന്നു കൊണ്ടും ഡിഗ്രി PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 ഡിഗ്രി പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യുക. ഒരു പ്രസൻറ്റേഷന് അല്ലെങ്കിൽ ഒരു എക്സാമിന് അല്ലെങ്കിൽ പോട്ടെ ഒരു സെമിനാറിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നത് ഒരു പേപ്പർ 4 ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഓരോ ഫോൾഡഡ് പാർട്ടിൽ ഒരു ടോപ്പിക് എഴുതിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് അതിനെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മൾ എഴുതും. സോ ഇങ്ങനെ ഇപ്പോൾ അതൊരു ഡെഫിനേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് ആവട്ടെ, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് എന്തെങ്കിലും കാര്യമാവട്ടെ, ഒരു വലിയൊരു എസ്സേ പോലെ ഒരു സംഭവമാണെങ്കിൽ ഇതുപോലെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റഡി ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അത്ര എഫക്റ്റീവ് അല്ല. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. സോ ഈ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ടെക്നിക്കിനെ നമുക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടെക്നിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ലേൺവൈസ്. അപ്പോൾ നമുക്ക് IGNOU സിമ്പിളായി പഠിച്ചാലോ? മൈൻഡ് മാപ്പിംഗ്. ഒരു പക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ചിലർ ദേ മൈറ്റ് ബി വണ്ടറിങ്, എന്താണ് ഈ മൈൻഡ് മാപ്പിംഗ്? മൈൻഡ് മാപ്പിംഗ് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? ടോണി ബുസാൻ എന്ന് പറയുന്ന ഒരു ഓഥർ ആൻഡ് എ കൺസൾട്ടൻറ്റ് ഇങ്ങനെ ഒരു, അതായത് മൈൻഡ് മാപ്പിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് കൊണ്ടുവന്നതാണ്. അതായത് നമ്മൾ ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന, ലിസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ആ ഒരു ഫോർമാറ്റിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അത് എഫക്റ്റീവായിട്ട് നമ്മുടെ സ്റ്റഡീസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി ടെക്നിക്കിൽ അല്ലെങ്കിൽ മൈൻഡ് മാപ്പിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ് ടോണി ബുസാൻ ഈ ഒരു സംഭവം നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. സോ ഞാനൊരു ഉദാഹരണത്തോടു കൂടി ഞാൻ നിങ്ങൾക്കിത് ഈ ഒരു മൈൻഡ് മാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് നമ്മൾ പണ്ട് കുട്ടികളായിരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയെ പറ്റിയിട്ട് പഠിക്കാറുണ്ടായിരുന്നു. ഈ ഒരു ഇൻറ്റേർണൽ ഓർഗൻസ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? ആദ്യം ഒരു ഹ്യൂമൻ ബോഡിയുടെ ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യും, ഒട്ടിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ പാർട്സിനെ നമ്മളിങ്ങനെ ആരോ ഇട്ട് നമ്മൾ വരച്ച് അതിനെ, അതായത് ഏതൊക്കെ പാർട്ടാണെന്നുള്ളത് നമ്മളിങ്ങനെ വരച്ച് അതിനെ മനസ്സിലാക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ അവിടെ നമ്മളൊരു വര വരയ്ക്കുന്നു, അത് ബ്രെയിനിന് എഴുതുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ മൗത്ത് ആണെങ്കിൽ മൗത്ത് എന്ന് എഴുതുന്നു, പിന്നെ ഇയേഴ്സ് ആണെങ്കിൽ ഇയേഴ്സ് എന്ന് എഴുതുന്നു, ഐസ് ആണെങ്കിൽ ഐസ് എന്ന് എഴുതുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നിനെയും നമ്മളിങ്ങനെ വരച്ച് ആ വരച്ചതിൽ നിന്നും നമ്മൾ ലൈൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു, അതായത് ഇൻറ്റേർണൽ ഓർഗൻസിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സ്ട്രാറ്റജിയാണ്, ഇതിൻ്റെയും കുറച്ചുകൂടെ ഡെവലപ്ഡ് വേർഷനാണ് നമ്മുടെ മൈൻഡ് മാപ്പിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, വിഷ്വൽ, അതായത് നമ്മൾ വിഷ്വലി കാണുന്ന കാര്യങ്ങൾ നമ്മളുടെ മെമ്മറിയിൽ പെട്ടെന്ന് സ്റ്റോർ ആവാറുണ്ട്. ഇപ്പം ഞാനൊരു ആപ്പിളിനെ പറ്റിയിട്ട് പറയാമെന്നിരിക്കട്ടെ. ഈ ആപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വന്നു? ആപ്പിളിൻ്റെ ചിത്രം വന്നു അല്ലേ? അതല്ലാതെ ആപ്പിളിൻ്റെ ഡെഫിനേഷനോ അല്ലെങ്കിൽ ആപ്പിളുമായി റിലേറ്റഡ് എന്തെങ്കിലും വേറെ സിനോണിംസോ അല്ലെങ്കിൽ അതിൻ്റെ വേർഡ്സോ അങ്ങനെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ വന്നില്ല. പകരം എന്താണ് വന്നത്? ആപ്പിൾ എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് വന്നത്. ഇപ്പം ഞാൻ ലയൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലയൺ എന്നുള്ളൊരു ചിത്രമായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ചിത്രമാണ് മെമ്മറി പെട്ടെന്ന് റീകോൾ ചെയ്തെടുക്കുന്നത്. സോ മൈൻഡ് മാപ്പിങ്ങിലും നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ചിത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ചിത്രങ്ങൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നതായതുകൊണ്ട്. ഇപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, ആ സമയത്ത് നിങ്ങളൊരു ബുക്ക് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററോ നിങ്ങൾ എടുത്ത് പഠിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കുമോ? ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ഹ്യൂജ് അല്ലേ, ഒരുപാടത് പഠിക്കാനുണ്ട്. ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ നോട്ട്സുകളാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ മൈൻഡ് മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഞാനിപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു മോഡേൺ ആർട്ട് എന്നുള്ളൊരു ടോപ്പിക്ക് ഞാൻ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുടെ പേരുണ്ടാവും അല്ലേ? ഇപ്പോൾ മോഡേൺ ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആർട്ടിസ്റ്റുമാരുടെ പേരുകളുണ്ടാവും. അപ്പോൾ ഈ ആർട്ടിസ്റ്റുമാരുടെ പേരൊക്കെ എനിക്ക് അതായത് ഇതിന് പല പല കാലഘട്ടങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തും ഏതൊക്കെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് റിമെമ്പർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ആപ്പിൾ എന്നുള്ളൊരു ചിത്രം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അതിൻ്റെ കളറും നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ചിലത് ഗ്രീൻ ആപ്പിൾ ആയിരിക്കാം, ചിലത് റെഡ് കളറിലുള്ള റിയൽ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഒരു ആപ്പിൾ ആയിരിക്കാം.
അതല്ല, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ മനസ്സിൽ കാണുകയാണ്, നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മളൊരു വിഷ്വലൈസ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കളറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നമ്മൾ ഈ ഒരു മൈൻഡ് മാപ്പിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാവും. അതായത് ഇപ്പം ഞാൻ മോഡേൺ ആർട്ട് എടുക്കുകയാണ്, മോഡേൺ ആർട്ടിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവും, മെയിൻ കാലഘട്ടങ്ങളുണ്ടാവും. ആ കാലഘട്ടത്തെ ഞാൻ ഒരു കളറിലും, അത് കഴിഞ്ഞിട്ട് അതുമായി റിലേറ്റഡ് ഇപ്പോൾ ആർട്ടിസ്റ്റുമാരുടെ പേരാണ് ഞാൻ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം എക്സ്പ്രഷനിസം എന്നുള്ളൊരു കാലഘട്ടമുണ്ട്, ആ എക്സ്പ്രഷനിസത്തിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു ഇംപ്രഷനിസം എന്നുള്ള കാലഘട്ടം വരുന്നു, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസം എന്നുള്ള കാലഘട്ടം വരുന്നു. അതിൽ വരുന്ന ആൾക്കാരുടെ പേരുകൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നു. സോ ഈ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കിൽ കളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. സോ ആസ് യു സീ ഇൻ സ്ക്രീൻ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മോഡേൺ ആർട്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ്. മോഡേൺ ആർട്ടിൻ്റെ പല കാലഘട്ടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ എക്സ്പ്രഷനിസം ഉണ്ട്, അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസം ഉണ്ട്. സോ ഇതിനെ ഞാൻ എന്താണ്, ഒരു പേർപ്പിൾ കളറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സർറിയലിസം ഉണ്ട്, ക്യൂബിസം ഉണ്ട്, ഇംപ്രഷനിസം ഉണ്ട്, ആൻഡ് ദെൻ ആർട്ട് നൗവേ ഉണ്ട്. സോ ഇങ്ങനെ ഉള്ളതിനെ ഞാൻ വയലറ്റ് കളർ വെച്ച് അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളർ വെച്ച് ഞാനിതിനെ തരംതിരിച്ചിരിക്കുകയാണ്. സോ അതിന് ഞാൻ കളർ കൊടുത്തു, ആ കളറ് നമ്മുടെ മൈൻഡിൽ ഫീഡായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ എന്താണ്, ഇപ്പം ഞാൻ സർറിയലിസം എന്നുള്ളൊരു ടോപ്പിക്കാണ് എടുക്കുന്നതെന്നിരിക്കട്ടെ. സർറിയലിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന 2 ആർട്ടിസ്റ്റുമാരുടെ പേരാണ് ഏർണസ്റ്റ് ആൻഡ് ഡാലി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 2 ആർട്ടിസ്റ്റുമാരുടെ പേര് എനിക്ക് പെട്ടെന്ന് ഏത് കാലഘട്ടത്തിലാണെന്ന് ഓർമ്മ കിട്ടാതിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അതിനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരും, ഓക്കെ, സർറിയലിസത്തിൻ്റെ അണ്ടറിലാണ് ഏർണസ്റ്റും ഡാലിയും വരുന്നത്, അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസത്തിൻ്റെ അണ്ടറിലാണ് പൊള്ളോക്കും റോത്കോയും വരുന്നത് എന്നൊക്കെയുള്ളത് എൻ്റെ മൈൻഡിൽ അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു പഠന രീതി നമ്മൾ നമ്മുടെ സ്റ്റഡീസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു ടെക്നിക്ക് ഈസി അല്ലേ? ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച മൈൻഡ് മാപ്പിംഗ് എന്നുള്ളത്. അതായത് ഒരു മെയിൻ പോയിൻ്റ്, ആ മെയിൻ പോയിന്റിൽ നിന്നും അതിൻ്റെ സബ് പോയിന്റുകൾ ഇങ്ങനെ എഴുതുന്നു. സോ ഇങ്ങനെ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കളേഴ്സും യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഒരു സ്റ്റഡി ടെക്നിക്കിൽ നമ്മൾ കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്വൽ, ഇപ്പം എക്സ്പ്രഷനിസം അല്ലെങ്കിൽ ഇംപ്രഷനിസം അല്ലെങ്കിൽ സർറിയലിസം, അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസം എന്നുള്ള പല കാലഘട്ടങ്ങൾ ഉപയോഗിച്ചു. അതുമായി റിലേറ്റഡ് ആളുകളെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഇപ്പം മോണറ്റിൻ്റെ അല്ലെങ്കിൽ മാനറ്റിൻ്റെ അല്ലെങ്കിൽ ബാസിലിൻ്റെ ഒക്കെ ചിത്രങ്ങൾ, അവരുടെ ഫേസിൻ്റെ ചിത്രങ്ങൾ നമ്മളിവിടെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ ബോക്സിൻ്റെ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവരുടെ ഒരു ചിത്രവും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമെമ്പർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊരു പേര് ജസ്റ്റ് പഠിക്കുന്നതിന് പകരം നമ്മൾ ആ വ്യക്തിയുടെ മുഖം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ നമ്മൾ ആ ഫേസ് നമ്മളുടെ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ പേര് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഡാലി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡാലി എന്ന് പറയുമ്പോൾ വലിയ മീശയുള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ആ ഡാലി എന്നുള്ള ആളുടെ പേര് റിമെമ്പർ ചെയ്യാൻ നമുക്ക് പറ്റും. സോ ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് നമ്മൾ ആ ചിത്രത്തിൻ്റെ കൂടെ നമ്മൾ റിമെമ്പർ ചെയ്തെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ ആസ് യു സീ, ഇപ്പം ഇവിടെ റിക്വയർഡ് നോളജ്, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുമായിട്ട് റിലേറ്റഡ് അതിൻ്റെ പോയിൻറ്റ്സ് ആണ്. നോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇന്നോവേറ്റീവ്, ഹോണസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഷേപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് യു സീ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ 4-5 ലൈനുകൾ മാത്രമല്ല വരച്ചിരിക്കുന്നത്. ഞാൻ അതിനെ ഇങ്ങനെ റൂട്ടിൻ്റെ ഒരു രീതിയിൽ ഞാനിങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഷേപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
വോൾ വേൾഡ് എന്നുള്ളതിന് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓൾ അമേരിക്കൻസ് എന്നുള്ളത് വന്നപ്പോൾ അമേരിക്കയുടെ ഒരു ഫ്ലാഗിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സണ്ണ് തന്നിട്ടുണ്ട്. അപ്പം ഓരോ അതായത് ആ സിറ്റുവേഷനുമായി റിലേറ്റഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചിത്രങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ ചിത്രങ്ങൾ ഉപയോഗിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഞാൻ കഴിഞ്ഞ ഒരു സ്ലൈഡിൽ കാണിച്ചു തന്നിട്ടുള്ള പോലെ നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ ഇതുപോലെ ചിത്രങ്ങൾ വരച്ചാലും മതിയാവും. ഇത് മറ്റൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. സോ ഇത് ഇങ്ങനെ പല രീതിയിലും നമുക്ക് മൈൻഡ് ടെക്നിക്ക് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥം. സോ മൈൻഡ് മാപ്പിംഗ് നമ്മൾ എവിടേക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയാം. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു പേപ്പർ നിങ്ങൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഡയറക്റ്റ് സെൻറ്ററിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളവിടെ എഴുതണം. സോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൈക്കോ തെറാപ്പി എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ സൈക്കോ തെറാപ്പി എന്താണ് എന്നുള്ളതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സൈക്കോ തെറാപ്പിയെ പറ്റി ഞാൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസ് ആയിരിക്കും ഒബ്വിയസ്ലി ആദ്യം ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതും ആ ഡെഫിനേഷൻസ് ഞാൻ കംപ്ലീറ്റ്ലി ആദ്യം ഒന്ന് എന്ത് ചെയ്തു, വായിച്ചു നോക്കിയതിന് ശേഷം അതിൻ്റെ മെയിൻ കീ പോയിൻറ്റ്സ് ആ ഡെഫിനേഷൻ ഞാൻ വെച്ചുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ട് അതിലെ മെയിൻ കീ പോയിൻറ്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ആഡ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കീ പോയിൻ്റ് എഴുതാൻ പോകുന്നത് ബിഹേവിയർ. സെക്കൻഡ് കീ പോയിൻ്റ് ഞാൻ എഴുതുന്നത് കൗൺസിലിംഗ്. ഇത് ഞാനിപ്പോൾ എൻ്റെ ഓർഡറിൽ ഞാൻ എഴുതുന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓർഡർ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ഇതിൻ്റെയും ഒരുപാട്, അതായത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ കൗൺസിലിംഗ് ആണ്. ഇതിൻ്റെ കുറച്ചുകൂടെ, അതായത് കൗൺസിലിങ്ങുമായി റിലേറ്റഡ് എന്തെങ്കിലും കാര്യം അവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ ഹെൽത്തുമായി റിലേറ്റഡ് എന്തെങ്കിലും കാര്യം വരുന്നുണ്ടെങ്കിൽ അത് എഴുതുക. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ അതുമായി റിലേറ്റഡ് എന്തെങ്കിലും മറ്റു കാര്യം വരുവാണെങ്കിൽ അത് എഴുതുക. സോ ഇങ്ങനെ അത് നീണ്ടു പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ വേർഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് എന്തെങ്കിലും ചിത്രങ്ങളോ കളേഴ്സോ ഒക്കെ തന്നെ, അതായത് ഇപ്പം ഇതിന് ഒരു കളർ യൂസ് ചെയ്യാം, ഇതിനൊരു കളർ, ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക്, അതായത് മെയിൻ പോയിൻറ്റ്സിന് എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു കളർ യൂസ് ചെയ്യാം. അതിനുശേഷം അതുമായി റിലേറ്റഡ് അടുത്ത കാര്യത്തിന് നിങ്ങൾക്ക് മറ്റൊരു കളർ യൂസ് ചെയ്യാം. ഇങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് ഒത്തിരി ഡാർക്കും അല്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറച്ച് വാം കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിത്രങ്ങളും അതിൻ്റെ ഇടയിൽ കയറ്റി വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് മാപ്പിങ്ങിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്കൊരു പേപ്പറിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കോഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് മൈൻഡ് മാപ്പിങ്ങിൻ്റെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് അതിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ മൈൻഡ് മാപ്പിംഗ് വരയ്ക്കാൻ പറ്റുകയും അതുമായിട്ടുള്ള ചിത്രങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും ഓൺലൈനായിട്ട് തന്നെ. അപ്പം അതിൽ നമുക്ക് ചിത്രങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു മൈൻഡ് മാപ്പിംഗ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതുമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അഥവാ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ പ്രിൻ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, പ്രിൻ്റ് ചെയ്ത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഗിൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഈ ഒരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വർത്ത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു സെമിനാറിനൊക്കെ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ വിഷ്വലായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കായിരിക്കും ഇത്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഞാനൊന്ന് ഓവറോൾ ആയിട്ട് പറയുകയാണ്. സ്റ്റാർട്ട് വിത്ത് എ സെൻട്രൽ ഐഡിയ. നിങ്ങളുടെ ഐഡിയ എന്താണ്, നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കുക. ആ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ആഡ് ബ്രാഞ്ചസ് ടു യുവർ ഐഡിയാസ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു ഇപ്പം നിങ്ങൾ മെയിൻ ടോപ്പിക്ക് നിങ്ങൾ നടുക്ക് എഴുതി, അത് എഴുതി കഴിഞ്ഞിട്ട് അതിനെന്ത് ചെയ്യണം, ബ്രാഞ്ചസ് ഉണ്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ്, ആഡ് കീവേഡ്സ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ ഒരു മെയിൻ പോയിന്റുകൾ മാത്രം നമ്മൾ ആദ്യത്തെ ബ്രാഞ്ചിൽ നിങ്ങൾ എഴുതുക.
അത് കഴിഞ്ഞിട്ട് കളർ കോഡ് യുവർ ബ്രാഞ്ചസ്. ഈ ഓരോ ബ്രാഞ്ചിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, പല പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതുക. ഇപ്പോൾ ചില ടോപ്പിക്കിന് നമുക്ക് ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരിക്കും, ചില ടോപ്പിക്കിന് നമുക്ക് ചിത്രങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾ ചിത്രങ്ങളും കൂടെ ആഡ് ചെയ്ത് നിങ്ങളിതിനെ പ്രിപ്പയർ ചെയ്യാം. ഇനി കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഐഡിയ, അതായത് എപ്പോഴും നിങ്ങൾ ആദ്യം എടുക്കുന്ന ടോപ്പിക്ക് ഏറ്റവും, അതായത് നിങ്ങളുടെ പേജിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ വേണം നിങ്ങളിത് എഴുതാനായിട്ട്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെപ്പറ്റി നമ്മൾ അതിൻ്റെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുന്നതിന് പകരം കുറച്ചുകൂടെ കേർവി ലൈൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് അതിനെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. നിങ്ങൾ കീവേഡിന് യൂസ് ചെയ്തിരിക്കുന്ന ലെന്ത് എത്രയാണോ ആ ലെന്ത് തന്നെ നിങ്ങൾ അതിൻ്റെ അടുത്ത കീവേഡ് യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുക. അല്ലാതെ ഒരെണ്ണം നിങ്ങൾ ഇവിടെ എഴുതി പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും എഴുതി അങ്ങനെ പലയിടത്തായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരും, ഈവൻ ദോ നിങ്ങൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. സോ ഇത്രയും ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലർ മൈൻഡ് മാപ്പിംഗ് ഇപ്പം തയ്യാറാക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വലിയ എസ്സേയുടെയൊക്കെ മൈൻഡ് മാപ്പിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 കണക്കിന് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. അത് ആ മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. ഞാൻ ഒരുപാട് ഇപ്പം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള മൈൻഡ് മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മളെ കുറേ കൂടെ മെസ്സി ആക്കാനേ നമുക്ക്, അല്ലെങ്കിൽ മെസ്സി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് യൂസ്ഫുൾ ആവുകയുള്ളൂ. അതല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. സോ നമുക്കത് നോക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് നമുക്കൊരു ഫീലിംഗ് വരാതെ അതെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ വാവ് കൊള്ളാം ഇനി പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. സോ റിമെമ്പർ, മേക്ക് ഇറ്റ് ഷോർട്ട്. വളരെ ചെറുതാക്കുക, നോട്ട് മേക്ക് ഇറ്റ് മെസ്സി. ഒത്തിരി മെസ്സി ആക്കാതെ, അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ച് മാക്സിമം ഒരു 3 ബ്രാഞ്ച് അല്ലെങ്കിൽ 4 ബ്രാഞ്ചൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോഗിൾ എന്ന് പറയുന്ന ആ ഒരു ആപ്പിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കർവി ആയിട്ടുള്ള ലൈൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മൈൻഡ് മാപ്പിംഗ് സെറ്റ് ചെയ്യാനുമായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് മാപ്പിംഗ് എന്നുള്ളൊരു സ്റ്റഡി ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയാണ് വരേണ്ടത്, ലേൺവൈസിലേക്കാണ് അല്ലേ. 13ഓളം ഡിഗ്രി പ്രോഗ്രാമുകളും 2 PG പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു അടിപൊളി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി എന്ന സ്വപ്നം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയി, ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ ലേൺവൈസ് എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ലേൺവൈസിൻ്റെ കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്റ്റഡീസ്, അതായത് ഒരുപാട് നോട്ട്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാവും, വളരെ നല്ല രസകരമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കുറച്ച് സ്റ്റഡി ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡിഗ്രി എന്നൊരു സ്വപ്നം നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല മാർക്സോട് കൂടി തന്നെ ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവും മനസ്സിൽ നല്ല മാർക്സോട് കൂടി ആ ഒരു നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ മാർക്സ് എന്നുള്ളൊരു ഉദ്ദേശിച്ചത് എന്താണ്, നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നല്ല രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്യാനും കൂടെ സാധിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റഡി ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് നിങ്ങളിത് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല ലേൺവൈസിനെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ലേൺവൈസിൻ്റെ ആപ്പിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതിൽ അവൈലബിൾ ആണ്, ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.